സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും ബി.ജെ.പിയും തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്നും SITക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട് എന്നായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പ്രതികരണം. അതേസമയം അന്വേഷണം ശരിയായ നിലയിലാണ് എന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. SITയിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ. ഇതിപ്പോ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കുന്നു, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇത് അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.